നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ 3 PM ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു. വീഡിയോ ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അതേപോലെ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ട്രേഡിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോടുകൂടി നമുക്ക് ലൈവിലേക്ക് പോകാം. ഓക്കെ, മാർക്കറ്റ് ഒരു സ്ട്രഗിളിങ് സെക്ഷനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റൊക്കെ, അത്ര കാര്യമായിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും എന്തായാലും മാർക്കറ്റിൽ നടന്നിട്ടില്ല. മാർക്കറ്റ് ഇപ്പോൾ പിയിലേക്കാണ് സഞ്ചരിച്ച് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് 3 മണിക്കുള്ള 5 മിനിറ്റിൻ്റെ ഒരെണ്ണം നോക്കിക്കഴിഞ്ഞാൽ മേളിലോട്ട് നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഡൗട്ടുള്ളൂ. അതോ ഇവിടെ തന്നെ ഒതുങ്ങി കൂടാനായിട്ടുള്ള ചാൻസിലാണോ മാർക്കറ്റ് നിൽക്കണമെന്നുള്ളേ ഉള്ളൂ. ഓൾറെഡി സിയിലൊക്കെ ന്യായമായിട്ടുള്ളൊരു മൂവ്മെൻ്റൊക്കെ മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ ഒരു ടാർഗറ്റ് ലെവൽ ഉണ്ടായിരുന്നു, അത് ഏകദേശം ആ ഭാഗത്തൊക്കെ മാർക്കറ്റ് രാവിലത്തെ ലൈവിൽ പറഞ്ഞ ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് 3 മണിയുടെ ആ ഒരു മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റാണ്. മാർക്കറ്റ് ഓൾറെഡി ഇപ്പോൾ കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്. ഇതൊരു സപ്പോർട്ട് സോണാണ്. 168 എന്നുള്ള ലെവല് 3 മണിക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയാൽ എഗെയിൻ 180 നല്ല രീതിയിലുള്ള മാസീവ് മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 191 വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് 3 മണിക്കാണ് നമ്മൾ നല്ല രീതിയിൽ അറിയാനായിട്ട് പറ്റത്തുള്ളൂ. എന്തായാലും മാർക്കറ്റ് ഒരു 168 താൽക്കാലികമായിട്ട് ടച്ച് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റിയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇവിടെ SMA എന്ന് പറയണത് 145 സപ്പോർട്ട് സോൺ. 157 മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 152 പി നിൽക്കുന്നത്, 161 സി നിൽക്കുന്നത്. സിയിൽ മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 164 ബ്രേക്ക് ചെയ്താൽ 168 അതേപോലെ PE ഒരു 157 58 ബ്രേക്ക് ചെയ്താൽ 164 മൂവ്മെൻറ്റാണ് താൽക്കാലികമായിട്ട് കാണുന്നത്. അപ്പോൾ എവിടെ നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടിയാലും അതൊന്ന് കോസ്റ്റ് ടു കോസ്റ്റിൽ വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 3 മണി ആവുന്നു, ബ്രേക്കൗട്ട് സ്റ്റേജിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത്. മൂന്ന് മണിയായി, മാസീവായിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും കിട്ടാനായിട്ടുള്ള ചാൻസ് ഇല്ല. ഇപ്പോൾ 3 മണി ആയിട്ടുണ്ട്. കാരണം കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് ഓൾറെഡി നിൽക്കുന്നത്. ആകെ പ്രതീക്ഷയുള്ളത് ഈ ഒരു മൂവ് മാത്രമേ ഉള്ളൂ. മൂന്ന് മണി ആയിട്ടുണ്ട്. 164 ബ്രേക്ക് ചെയ്താൽ 167 ഇത് പ്രീവിയസ് ആയിട്ടുള്ളൊരു ലെവലൊക്കെ ബ്രേക്ക് ചെയ്താൽ 154 55 ബ്രേക്ക് ചെയ്താൽ 157 ആയിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ആ ഒരു സ്ട്രക്ചറിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഓൾറെഡി നിൽക്കുന്നത്. അതിന് ശേഷമാണ് എങ്ങോട്ടൊക്കെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെയിറ്റ് ചെയ്ത് മാത്രമാണ് നമുക്ക് നടക്കത്തുള്ളൂ. RSI 2 മിനിറ്റ് സിയിലേക്ക് ഡൈവർജൻസ് ആയിട്ടുണ്ട്. 164 ബ്രേക്ക് ചെയ്യുന്ന പൊസിഷൻ നമുക്ക് നോക്കാം. മാസീവ് മൂവ്മെൻ്റൊക്കെ വരാനായിരുന്നെങ്കിൽ പണ്ടേ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് പോയേനെ. കാരണം ഒരു പരിധി കൂടുതൽ മാർക്കറ്റിന് പോകാനായിട്ട് സാധിക്കത്തില്ല. പോവുകയാണെങ്കിൽ ഒരു 150 പോയിൻ്റൊക്കെ റൈഡ് ചെയ്യേണ്ട അവസ്ഥ വരും. ഓൾറെഡി സിയിലേക്ക് ഡൈവർജൻസ് ആയിട്ടാണ് RSI നിലവിൽ നിൽക്കുന്നത്. അങ്ങനെ മുട്ടിയാലും ഒരു 168 താൽക്കാലികമായിട്ട് മുട്ടത്തുള്ളൂ. ഇവിടെ മുട്ടാനുള്ള ഏരിയ 157.
നമ്മൾ പറഞ്ഞ പോലെ സിയിലാണ് RSI ക്രോസ് ഓവർ ആയിട്ട് നിൽക്കുന്നത്. ആകെ മുട്ടാനുള്ള ഒരു ഏരിയ 168ആണ്. 168ൻ്റെ മേളിലോട്ട് നല്ല മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 180 വരെ. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് മാക്സിമം സ്റ്റോപ്പ് ലോസ് കയറ്റി ലോക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ടുള്ള കാര്യമുള്ളൂ. ഒരു പോയിൻ്റൊക്കെ കയറ്റി വെക്കുക. മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് അങ്ങ് പോവും. മാക്സിമം ഒരു പോയിൻ്റ് കയറ്റി സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 68 നമ്മൾ പറഞ്ഞ ട്രിഗർ പ്രൈസ് 68 ഹിറ്റ് ചെയ്യുമ്പോൾ 5 പോയിൻ്റാണ് അവിടെ. 5 പോയിൻ്റ് ഇപ്പോൾ ഒരു 10 ലോട്ട് എടുത്തിട്ട് ബാക്കി കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് ഒരു പോയിൻ്റ് കയറ്റി വെക്കൽ മാത്രമേ അവിടെ നടക്കുകയുള്ളൂ. നമ്മൾ പർട്ടിക്കുലർ ടാർഗറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിലാണ് കളിച്ചുകൊണ്ടിരിക്കണേ. ഇനി മാർക്കറ്റ് ഒരു പിയിലൊരു മൂവ്മെൻ്റ് ഉണ്ടായാൽ ഈ താഴത്തെ വൈറ്റ് ലൈനിൽ വന്നിട്ട് നിൽക്കാമെന്ന് മാത്രമേ ഉള്ളൂ. RSI സ്റ്റിൽ സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കണമെങ്കിലും കൺസോൾട്ടേഷൻ സോണിലാണ്. അപ്പോൾ ആകെ കിട്ടിയൊരു മൂവ്മെൻറ്റ് ഈ ഒരു മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. 164 മുതൽ 169 വരെ വളരെ സേഫ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 5 പോയിൻ്റ്. അത് ഏറെക്കുറെ കൺഫേം ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് അത് മാത്രമേ ഉള്ളൂ. വലിയ മാസീവ് മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി മാർക്കറ്റിലില്ല. അപ്പോൾ അതാണ് നമ്മൾ കയറി ഇറങ്ങി മാർക്കറ്റ് നിൽക്കുമെന്ന് പറഞ്ഞു. 5 പോയിൻ്റെങ്കിൽ 5 പോയിൻ്റ് ലോട്ട് സൈസ് കൂട്ടിയെടുത്താൽ അത് മതി. ഇപ്പോൾ തൽക്കാലം ചെറിയൊരു പ്രോഫിറ്റിനുള്ള വകുപ്പ് അതിൽ മാത്രമേ ഉള്ളൂ. ഇനി പിയുടെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നും കൂടെ നോക്കണം. അതൊരു കൺഫേം മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 152 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 144 8 പോയിൻ്റ് ഉണ്ട് 152 ഇട്ട് എത്താനായിട്ട് തന്നെ. പക്ഷെ അത് നമ്മളിപ്പോൾ ഫിയർ ഓഫ് മിസ്സിങ് ഓർഡർ എന്നുള്ള പറഞ്ഞ പോലെ നേരത്തെ കയറി ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. 152 ബ്രേക്ക് ചെയ്താൽ 157 മൂവ്മെൻറ്റ് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ പിയിൽ 170 സിയിൽ 170 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഒരു അഡീഷണൽ മൂവ്മെൻറ്റ് മേളിലോട്ട് കിട്ടുള്ളൂ. കാരണം ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 135 ഫാളാവും. ഡോജി ക്യാൻഡിലാണ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്താൽ നാളത്തേക്ക് 135 മാർക്കറ്റ് ഫാളാവും. ട്രെൻഡ് കണ്ടിന്യൂഷനാണ്. സാധാരണഗതിയിൽ അങ്ങനെ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ വന്നാൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ അതേ ലെവലിലുള്ള ക്യാൻഡിൽ ശരിക്കും ഫോം ചെയ്യണമെന്നുള്ളതാണ് അതിൻ്റെ രീതി. പക്ഷെ ഇവിടെ അത്ര മൂവ്മെൻറ്റ് അങ്ങനെ കിട്ടിയിട്ടില്ല. 135 എന്നുള്ള ഭാഗത്തേക്കാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്താ കിട്ടാഞ്ഞെന്നുള്ള കാര്യങ്ങൾ നോക്കണം. മേ ബി ചിലപ്പോൾ അതിൻ്റെ ഹയർ വിക്ക് ഈ ക്യാൻഡലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. എന്നാലും 152 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 157 മൂവ്മെൻറ്റ് ഉണ്ടാവത്തുള്ളൂ. കാരണം ഇതിൻ്റെ ഹൈ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഇത് ഈ ഒരു മൂവ്മെൻറ്റിലേക്ക് വന്നു നിന്ന്. ഇനി 48 സെക്കൻഡ് കൂടെ ഉണ്ട്. സേഫ് സോണൊക്കെ ഓൾറെഡി കഴിഞ്ഞു പോയി എന്നുള്ളതാണ്. ശരിക്കും 135 മാർക്കറ്റ് ഫാൾ ആവേണ്ടത് ട്രെൻഡ് കണ്ടിന്യൂഷൻ ആയിക്കൊണ്ട്. RSI സ്റ്റിൽ പിയിൽ ഓപ്പോസിറ്റ് സൈഡാണ്. സിയുടെ സൈഡിലേക്ക് തന്നെയാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത്. 15 മിനിറ്റ്സ് 5 മിനിറ്റിലും RSI അപ്പർ സൈഡിലേക്ക് നിൽപ്പുണ്ട്. 15 മിനിറ്റ്സിൽ ഇപ്പോൾ 3:15 ചിലപ്പോൾ ഡൗൺ ആയാൽ എഗെയിൻ മാർക്കറ്റ് ഇവിടെ തന്നെ വന്ന് നിൽക്കും. നമുക്കെന്തായാലും നോക്കാം. അടുത്ത മൂവ്മെൻറ്റ് എന്തായാലും 3:15 ഉണ്ടാവാനേ ചാൻസ് ഉള്ളൂ. 3:15 ഒരു മൂവ്മെൻറ്റ് കിട്ടിയാലും അത് ചിലപ്പോൾ പിയിൽ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. 3:15 മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം ഇപ്പോൾ ഒരു റെഡ് ക്യാൻഡിൽ വന്നു, ഒരു ഗ്രീൻ ക്യാൻഡിൽ, പിന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ. ഇവിടെ തന്നെയൊക്കെ മാർക്കറ്റിന് ഒപ്പിക്കണം. ഇത് ഹൈയിലേക്ക് പോയാൽ റെസിസ്റ്റൻ്റായിട്ട് 24,640 പോയി ഇടിച്ചു നിൽക്കും. അപ്പോൾ 3:15 മാർക്കറ്റ് ഡൗൺ ആയാൽ അത് ചിലപ്പോൾ 135 സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള റിവേഴ്സ് പിയിലേക്ക് മൂവ് ആയാൽ മാത്രമുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടുള്ളൂ.
സ്റ്റിൽ RSI അപ്പർ സൈഡിലേക്ക്, സിയുടെ സൈഡിലേക്ക് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഒരുപാട് തടസ്സങ്ങളുണ്ട്, ഒരുപാട് ടിപ്പുകളുണ്ട് പല സ്ഥലത്തും. അതുകൊണ്ടാണ് ഒരു സ്മൂത്തായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടാത്തത്. ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ 180 ആയിരുന്നു. അത്രയും വരെ വരുമോ ഇല്ലെന്നുള്ള കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ പിയിൽ ഒരു റിവേഴ്സ് വരാനുള്ളൊരു പോസിബിലിറ്റി ഏത് ഭാഗത്തു നിന്നാണെന്ന് നോക്കാം. 133 135 വന്ന് ഹിറ്റ് ചെയ്തിട്ട് അവിടെ നിന്നൊരു റിവേഴ്സ് മേളിലോട്ട് വന്നാൽ മാത്രമാണ് എന്താ പിയിലൊരു മൂവ്മെൻറ്റ്, ഒരു എന്താ പറയുക, ഒരു എൻട്രി പോയിന്റ് എന്നൊക്കെ പറയുന്നത് 133 135 ഒക്കെയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്തുകൊണ്ട് മാർക്കറ്റ് ഇരിക്കും. 3.25 എന്തായാലും നെക്സ്റ്റ് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ആ മൂവ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കണമെങ്കിൽ അടുത്ത ക്യാൻഡിൽ 3.25 ക്യാൻഡിൽ 24,640 പോയി ഇടിച്ചിട്ട് തിരിച്ച് താഴത്തോട്ട് വരാം. ഈ 24,615 ഏരിയ വിട്ടിട്ട് മാർക്കറ്റിൽ നിന്ന് പോകാനായിട്ട് സാധിക്കത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് 2-3 പോയിൻ്റൊക്കെ സ്കാൽപ്പ് ചെയ്തെടുക്കലേ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളുള്ളൂ. ഇതത്ര വലിയ സുഖമുള്ള ഒരു ഗ്രീൻ ക്യാൻഡിലായിട്ട് ഞാൻ കാണുന്നില്ല. ഇതൊരു സപ്പോർട്ട് സോണാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതൊരു സപ്പോർട്ട് സോണാണ്. അപ്പോൾ ഇത് മാർക്കറ്റ് മേളിലോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ചെറിയ പോയിൻ്റൊക്കെ സ്കാൽപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എപ്പോൾ നമ്മൾ എൻട്രി എടുത്താലും കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കുക എന്നുള്ളത് മാത്രമാണ് ഇങ്ങനെയുള്ള കൺസോൾട്ടേഷൻ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അത് മാത്രമേ ഉള്ളൂ. മൂന്ന് 11 ആയിട്ടുണ്ട്. ഇതൊന്നും ഉറപ്പില്ലാത്ത മൂവ്മെൻറ്റുകളാണ്, ഏത് നിമിഷവും തിരിയാം. ഇവിടെ RSI പിന്നെ ഒരു ഡൈവർജൻസിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇതൊന്നും ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഗ്രീൻ ക്യാൻഡിലൊന്നും എന്നെ സംബന്ധിച്ച് അതൊരു ഗ്രീനൊന്നും അല്ല. എൻ്റെ ഗ്രീൻ എന്ന് പറഞ്ഞാൽ 152 ബ്രേക്ക് ചെയ്താൽ 157 മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ അപ്പം എന്നെ സംബന്ധിച്ച് പറയാനായിട്ട്. ഇവിടെ RSI ഓൾറെഡി ഒരു ക്രോസ് ഓവർ ആയിട്ടുണ്ട്. ഈ ഗ്രീൻ കണ്ട് നമ്മൾ ചാടി കയറി എടുത്താൽ അത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ചിലപ്പോൾ എങ്ങോട്ട് മാർക്കറ്റ് ഡൗൺ ആവാം, 142 ഡൗൺ ആവാം. അപ്പോൾ ഇപ്പം എൻട്രി എടുത്താലും നമ്മളെപ്പോൾ എൻട്രി എടുത്താലും കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് ട്രിഗർ ചെയ്തിടണം. കാരണം സ്റ്റിൽ RSI പി സൈഡാണ് നിൽക്കുന്നത്. അപ്പോൾ അപ്പോൾ എപ്പോഴും ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ടഫ് പിടിച്ച കാര്യമാണ്. ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ ഒരു എൻട്രി കിട്ടിയാലും നമ്മൾ മസ്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് മാർക്കറ്റ് നിർത്തണമെന്നുള്ളതാണ്. അപ്പോൾ ഈ റെഡ് വന്നെന്നും പറഞ്ഞാൽ അതൊരിക്കലും ഒരു റെഡ് ആവണമെന്നില്ല. കാരണം ഇവിടെ ഒരു റെഡ് ഉണ്ടായി, ആ റെഡ് അതേപോലെ തന്നെ തിരിച്ച് മുകളിലോട്ട് പോയി. ഇവിടെ ഇപ്പോൾ ഒരു റെഡ് ഉണ്ടാവുന്നുണ്ട്. ആ റെഡൊന്നും ഒരു ശാശ്വതമായിട്ടുള്ള റെഡൊന്നും അല്ല. അതൊക്കെ എപ്പോൾ വേണമെങ്കിലും തിരിച്ച് മുകളിലോട്ട് പോകാം. കാരണം ഇവിടെ കൺസോൾട്ടേഷൻ സോണിൽ മാർക്കറ്റ് നിൽക്കുന്ന കാരണം ഇതിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും എപ്പോഴും മാർക്കറ്റ്. ഒരു ഗ്രീൻ ഒരു റെഡ്, ഒരു ഗ്രീൻ ഒരു റെഡ്. ഇപ്പോൾ 3.25 ആവുന്നുണ്ട്. 3.25 അടുത്തൊരു മൂവ്മെൻറ്റിൽ അടുത്തൊരു മൂവ് മാർക്കറ്റിൽ ഉണ്ടാവാനായിട്ട് പോകുന്നത്.
ഇത് തിരിച്ചു വലിഞ്ഞു കയറി 166 ടച്ച് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. മാർക്കറ്റ് ഓൾറെഡി ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്, പിയിലേക്കും ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും തീരുമാനമായിട്ടില്ല. 152 ബ്രേക്ക് ചെയ്ത് നല്ലൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് 157 പോവുള്ളൂ. അല്ലെങ്കിൽ ഈ കയറിപ്പോയത് അതേപോലെ തന്നെ തിരിച്ച് 142 ഫാളാവും. തടസ്സം ഉള്ളത് 152. 3.15, 3.16, 3.17 തൊട്ട് അടുത്തൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്യും. അത് ഏതെങ്കിലും ഒരു ട്രിഗർ പ്രൈസിൽ കൊണ്ട് നിർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒന്നും നമുക്കിപ്പോൾ ഒരു പ്രഡിക്ഷൻ എടുക്കാൻ പറ്റാത്തൊരു ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് തന്നെ. കാരണം ഇവിടെ ഇപ്പോൾ ഇത്ര 2 ഗ്രീൻ ഉണ്ടായെന്ന് വെച്ചിട്ട് അത് കണ്ടിന്യൂസ് പോകണമെന്നില്ല. അത് 142 ഭാഗത്തേക്ക് ഏത് നിമിഷവും മാർക്കറ്റ് ഫാൾ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നമ്മൾ എൻട്രി എപ്പോൾ എടുത്താലും ഒരു ഗ്രീൻ ക്യാൻഡ് കണ്ട ഉടനെ കോസ്റ്റ് ടു കോസ്റ്റ് മാർക്കറ്റിൽ ഇട്ട് വെക്കണം. കൺസോൾട്ടേഷൻ ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 10 ട്രേഡ് ലോസ് ആയാലും മാർക്കറ്റ് പണി കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഞാനിപ്പോഴും മാർക്കറ്റ് സി സൈഡ് തന്നെയാണ് ഇപ്പോഴും നമ്മളുടെ കാഴ്ചപ്പാട്. അപ്പോൾ അതിനു മുമ്പ് ലോ വന്നെന്ന് വിചാരിച്ചിട്ട് അതൊന്നും അത്ര വലിയ ലോ ആവണമെന്നില്ല. പിയിൽ എപ്പോഴെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് 152 ബ്രേക്ക് ചെയ്താൽ 157 മൂവ് മാത്രമേ ഉള്ളൂ എൻ്റേതായിട്ടുള്ള ഒരു കണക്കൂട്ടിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഒരു ലോ ഇവിടെ പിയിൽ വന്നാൽ ഇത് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 166 പോകും. ഇപ്പോൾ ഒരു ക്രോസ് ഓവർ ഓൾറെഡി പിയിലേക്ക് വന്നിട്ടേ ഉള്ളൂ. പക്ഷെ അത് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണമെങ്കിൽ 152 എബോവ് പോകണം. മാർക്കറ്റിന് ഈ ഏരിയ വിട്ട് പോകാനായിട്ട് പറ്റത്തില്ല. കാരണം പോയി കഴിഞ്ഞാൽ വലിയ മൂവ്മെൻറ്റാണ്. ആ മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാനുള്ള ടൈമും ഇല്ല, മാർക്കറ്റിന് സമയവും. അതുകൊണ്ടാണ് മാർക്കറ്റ് 3 മണിക്ക് ഇന്ന് മാസി മൂവ്മെൻ്റ് ഒന്നും കിട്ടത്തില്ല. മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് കളിക്കുക മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ ഈ ലൊക്കാലിറ്റി വിട്ട് മാർക്കറ്റിന് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അഡീഷണലായിട്ട് ഇൻഡിക്കേറ്ററൊക്കെ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കിട്ടിയാലും 2-3 പോയിൻ്റൊക്കെ കൃത്യമായിട്ട് എടുത്ത് മാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് 3.18, 3.20 കഴിയുമ്പോൾ ഈ നാളത്തേക്ക് BTST എടുത്തു വെച്ച് വെക്കുന്ന ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ നാളത്തേക്ക് ആവറേജ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവാം. ആ സമയത്ത് വല്ല ബിഗ് മൂവ് വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് 152 ബ്രേക്ക് ചെയ്താൽ 157 അല്ലെങ്കിൽ ഈ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ, അതായത് നിലവിലുള്ള ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഹൈ എന്ന് പറഞ്ഞാൽ എത്രയാണ് 164.8 ഇഞ്ച്. അപ്പോൾ 165 ബ്രേക്ക് ചെയ്താൽ 66 ഒരു മിനിമം മൂവ്മെൻറ്റ് താൽക്കാലികമായിട്ട് പ്രതീക്ഷയുള്ളൂ. നമുക്ക് ഈ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഉറപ്പുള്ള ഒരു ഏരിയയിൽ എൻട്രി എടുത്താലേ നമുക്കത് പ്രോഫിറ്റബിളാക്കി മാറ്റാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം ഞാൻ എന്തുകൊണ്ടാണ് പിയിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഈ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് 142 മാർക്കറ്റ് ഒരു വലിവ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ആ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ പിയിലേക്ക് 152 കഴിഞ്ഞാലേ കോൺസെൻട്രേഷൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ റീസൺ. മാർക്കറ്റ് ഈ 3.20 കഴിയുമ്പോൾ ഒരൊറ്റടിക്ക് ചിലപ്പോൾ താഴത്തോട്ട് വന്നാൽ അതിവിടെ ചെറിയ പ്രോഫിറ്റാക്കി നമുക്ക് എടുക്കാനായിട്ട് പറ്റും. RSI ക്രോസ് ഓവറായെന്ന് പറഞ്ഞിട്ട് അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളില്ല. കാരണം മൂവ്മെൻ്റ് ഇല്ല, വോളിയം ജനറേറ്റ് ചെയ്യുന്നില്ല. ഈ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ, അതായത് ഇവിടെ ഒരു വിക്കുള്ള ക്യാൻഡിലുണ്ട്, ആ ക്യാൻഡലിൻ്റെ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ 150.80 ആ 150.80 ബ്രേക്ക് ചെയ്താൽ ഒരൊറ്റടിക്ക് 152 ഒരു മൂവ്മെൻറ്റ്, 50 to 52 2 പോയിൻറ്റ്, അതും ബ്രേക്ക് ചെയ്ത് പോയാലാണ് മാർക്കറ്റ് 157 മാർക്കറ്റ് പോകുള്ളൂ. RSI ഓൾറെഡി ക്രോസ് ഓവർ ആയിട്ടുണ്ട്, പിയിൽ ക്രോസ് ഓവർ ആയിട്ടുണ്ട്. ഇവിടെ ഒരു സപ്പോർട്ട് സോൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡോട്ടാണ്.
ഈ ഒരു ഡോട്ടിലേക്ക് സപ്പോർട്ട് ഹിറ്റ് ചെയ്താൽ മാത്രമാണ് ഇവിടെ 152 ഹിറ്റ് ചെയ്യത്തുള്ളൂ. 151 വൈറ്റ് ഡോട്ടിലേക്ക് ഒന്ന് കൊണ്ട് നിൽക്കുകയാണ്. 3:21 151.152 150.65 അവിടുത്തെ ബ്ലൂ ലൈൻ എടുത്തങ്ങ് മാറ്റാം. ഇനി BTSTക്കാർ വരുന്നൊരു ടൈമാണ്. അപ്പോൾ എന്താണ് നമ്മൾ അവിടെ മനസ്സിലാക്കിയത്? മാർക്കറ്റ് ഇങ്ങോട്ട് ഒരു ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതനുസരിച്ചിട്ട് തൽക്കാലം ഇവിടെ കിട്ടാൻ പോകുന്ന പോയിന്റ് 52 വരെ മാക്സിമം കിട്ടാനുള്ളൂ. ഇനി ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ വരാനുള്ളൊരു ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈ എത്രയാണ്? 152.90 നിലവിലുള്ള ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്ത്. കാരണം നമ്മളങ്ങനെ നമ്മൾ ഒരു മാർക്കറ്റ് റൺ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ അത് സ്മൂത്തായിട്ട് അങ്ങ് റൺ ചെയ്ത് പോകും. പക്ഷേ അതിന് ഒരുപാട് പോയിന്റുകൾ ഇവിടെയുണ്ട്. പല സ്ഥലത്ത് പല പോയിന്റുകളാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഒരു പോയിന്റ് ടച്ച് ചെയ്തു, അതിനുശേഷം അത് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ അടുത്ത പോയിന്റ് ഇട്ട് ടച്ച് ചെയ്തു. അങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഇവിടെയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം പറഞ്ഞത് മാർക്കറ്റ് പക്ക കൺസോൾട്ടേഷൻ സോണിലാണ്. വലിയ റൈഡൊന്നുമില്ല. ചെറിയ 2-3 പോയിന്റ് പല സ്ഥലത്തു നിന്നൊക്കെ എടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി ഈ പറഞ്ഞ പോലെ കൺഫേം ആയിട്ടുള്ളത് ഈ ഗ്രീൻ ലൈൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 164 ബ്രേക്ക് ചെയ്ത് 65 മൂവ്മെൻറ്റ് അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ 2 പോയിന്റ് 3 പോയിൻ്റൊക്കെ എടുത്ത് 5 പോയിൻ്റോ 10 പോയിൻ്റൊക്കെ ആക്കാം. നമുക്ക് ഓൾറെഡി ഒരു 5 പോയിന്റ് നമുക്ക് ഓൾറെഡി കിട്ടി. 5ൻ്റെ കൂടെ ഇവിടെ ഒരു 2 പോയിന്റ് കൂടെ കിട്ടിയപ്പോൾ 7 പോയിൻ്റായി. പക്ഷേ മെജോറിറ്റി ആൾക്കാർ ഫെയിലായി പോണത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇനിയും കയറുമായിരിക്കും എന്ന് നമ്മളായിട്ട് തന്നെ അങ്ങ് തീരുമാനിച്ചേക്കുക. എന്നിട്ടത് ലോസിലേക്ക് പോകുമ്പോഴും നമ്മൾ വിചാരിക്കും എന്നാൽ അത് ഇനിയും കയറുമായിരിക്കും, അല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വരുമ്പോൾ ഇറങ്ങാം. സ്കാൽപ്പ് ചെയ്യാനായിട്ട് നമ്മളൊരു സ്പേസ് കണ്ടെത്തി കഴിഞ്ഞാൽ ആ സ്പേസിൽ സ്കാൽപ്പ് ചെയ്ത് മാറിയേക്കണം. നമ്മൾ ലോങ് ഹോൾഡിംഗ് അല്ല ചെയ്യുന്നത്. ലോങ് ഹോൾഡിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കയറുന്ന സ്ഥലം ഇതേപോലത്തെ സ്ഥലങ്ങളായിരിക്കണം. അവിടെയൊക്കെ കയറിയാൽ മാത്രമാണ് നമുക്ക് ലോങ് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞത് 152 പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഉടനെ റിജക്ഷൻ ആവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെ ടാർഗറ്റും പറഞ്ഞത് 50 ബ്രേക്ക് ചെയ്ത 52. ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ ഹൈ എത്രയാണെന്ന് നോക്കിയേ. ഇവിടെ ഹൈ കാണാൻ പറ്റും 152. 152-ന് ഒരു പോയിന്റ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഹൈ മാറിയിട്ടില്ല. അപ്പോൾ 152 റിജക്ഷൻ ആണെന്ന് പറയുമ്പോൾ നമുക്ക് മേ ബി ഇവിടെ നിന്ന് എടുക്കാം 159-ഓ 160-ഓ. അപ്പോൾ നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സോൺ എവിടെയാണ്? ഇത് 152 പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് മാർക്കറ്റ് റിജക്ഷൻ ആവും. ആ റിജക്ഷൻ എന്താ ഇവിടെ ആയി 160-62. ഇവിടെയും 2 പോയിന്റ് കിട്ടും. അത് കോസ്റ്റ് ടു കോസ്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ 165 ആണ്. അപ്പോൾ അത് 2 കാര്യങ്ങൾ അവിടെ തീരുമാനിക്കാം. ഒന്നെങ്കിൽ ഇവിടെ കോസ്റ്റ് ടു കോസ്റ്റിൽ ഇറങ്ങാം, ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 165-ലോ 164-ലോ ഞാൻ ഇറങ്ങുള്ളൂ എന്നുള്ളൊരു തീരുമാനം നമുക്കവിടെ ഫൈനലായിട്ട് എടുക്കാൻ പറ്റും. $164, 164.85, 160 എങ്ങോട്ടാണ് 165. ഓക്കെ, 165 അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ ഇത് ഈ 142-ലേക്ക് ഫാളാവുമ്പോൾ ഇതിൻ്റെ ഹൈ അഗെയിൻ ബ്രേക്ക് ചെയ്താൽ പിന്നെയും മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്കാൽപ്പ് ചെയ്ത് ട്രേഡ് എടുക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഞാൻ പി നോക്കാഞ്ഞേ? പി 142-ലേക്ക് എന്തായാലും വലിവ് ഉണ്ടാകും. അല്ലെങ്കിൽ 3.20-25 കഴിയുമ്പോൾ BTSTക്കാർ വന്ന് ട്രേഡ് എടുക്കും. ആ BTSTയുടെ മൂവാണ് ഈ നമ്മൾ കണ്ടത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ 2 പോയിൻ്റെങ്കിൽ 2 പോയിൻ്റ് ഇവിടെ ഞാൻ ഇവിടെ വെച്ചാണ് പറഞ്ഞതെന്നുണ്ടെങ്കിലും 63 എന്നുള്ള 65 2 പോയിൻ്റ്. അപ്പോൾ ആദ്യം കിട്ടിയ ഒരു 5 പോയിൻ്റ്, 5ഉം
രണ്ടും 7 പോയിന്റ്. അതല്ല ഇവിടെ നിന്നാണ് എടുത്തതെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചാലും മാർക്കറ്റ് ഇവിടം വരെയുള്ള മൂവ്മെൻറ്റ് നമുക്ക് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു മാർക്കറ്റ് മൂവ് ചെയ്ത് പൊക്കത്തോട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തില്ല, അതിനുള്ള കാരണങ്ങളടക്കമാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇവിടം വരെ പോകും, അപ്പോൾ അങ്ങനെ നമുക്ക് ആർക്ക് വേണമെങ്കിലും പറയാം. ഒരു ലൈൻ പ്രൈസ് ആക്ഷൻ വരച്ച് വെച്ചിട്ട് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ നമ്മളൊരു സപ്പോർട്ട് എടുക്കുന്ന ഏരിയ കറക്റ്റായിട്ട് അത് എവിടം വരെ ഹിറ്റ് ചെയ്യും. ഞാനിപ്പോൾ എന്താ പറഞ്ഞത്, ഇപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു എൻട്രി ആയിക്കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ തീരുമാനമുള്ളൂ. ഒന്ന് കോസ്റ്റ് ടു കോസ്റ്റ്, ഇല്ലെങ്കിൽ 165. അപ്പോൾ നമ്മുടെ എൻട്രി വളരെ പ്രാധാന്യമാണ്. അപ്പോൾ അവിടെ വേണ്ട 164 ട്രെയിൽ ചെയ്ത് വെക്കാം, 164 ട്രെയിൽ ചെയ്ത് വെക്കാം. അപ്പം എൻ്റെ മനസ്സ് മുഴുവൻ മാർക്കറ്റ് 142 ഇട്ട് വലിവ് എന്തായാലും വരും. അത് നമ്മൾ 3 മണിയായപ്പോൾ തൊട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഭാഗത്തേക്ക് എന്തായാലും വലിവ് വരും. അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുവാണെങ്കിലും നമ്മൾ വരച്ചു വെച്ച ഒരു ബ്ലൂ ലൈൻ ഉണ്ട്, അത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിരിക്കണേ. അപ്പോൾ ആ 52-ൽ 2 പോയിന്റ് വന്നപ്പോൾ ആ 2 പോയിന്റ് എടുത്തിട്ട് ഇവിടെ വിട്ടുകൊടുത്തുകൊണ്ട് ട്രേഡ് ചെയ്താലും നമുക്ക് പ്രോഫിറ്റബിളാണ്. 3.9 ക്യാൻഡിൽ. അപ്പോൾ 28 ഏകദേശമൊക്കെ ഇവിടെ വെച്ചിട്ട് തീരുമാനമാക്കാം, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ 28 ആയിട്ടുണ്ട്. അപ്പോൾ 165 വേണമെങ്കിൽ ട്രെയിൽ ചെയ്ത് വെക്കാം. നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ ആണ്, ആ ലോവിൽ മാർക്കറ്റ് വന്നാൽ ക്ലോസ് ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 29.5 ആകുമ്പോഴത്തേക്കും ഈ സാധനം 142-ലെത്തും. എല്ലാവരും ഒക്കെ വിട്ട് തുടങ്ങി, മാർക്കറ്റിൻ്റെ ആ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഡണ്ണായി. ഇപ്പം രണ്ടും റെഡിലേക്ക് പോരുവാണ്, രണ്ടും ആൾക്കാരും വിട്ടു തുടങ്ങി എന്നാണ് അതിനർത്ഥം. ഇത് വളരെ സേഫായിട്ടുള്ളൊരു സോണാണ് 65 എന്നുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, 61 നിന്നാണെങ്കിലും 4 പോയിന്റ് ഓൾമോസ്റ്റ് ഡണ്ണാണ്. അപ്പോൾ 29 അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർ, കാരണം പലരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. നിങ്ങളുടെ ചാർട്ടിൽ എന്നും മാത്രം ഇൻഡിക്കേറ്റർ എന്തിനാണ് കൊടുത്തിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള കഠിനമായ തീരുമാനങ്ങൾ എടുക്കാനും സ്കാൽപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്, സാഹചര്യത്തിനനുസരിച്ചിട്ട് പെരുമാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഇൻഡിക്കേറ്ററൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള മൂവ്മെൻ്റൊക്കെ ഓൾറെഡി നടന്നു. നമ്മളിവിടെ സപ്പോർട്ട് എടുക്കാൻ വരും, അവിടെ നിന്നുള്ള മൂവ്മെൻ്റൊക്കെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. എനിവേ അത് എക്സ്പീരിയൻസിലൂടെയാണ് നമുക്കവിടെ ട്രേഡൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടൊക്കെ തോന്നിയേക്കാം. അപ്പോൾ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ പറഞ്ഞ 142-ലേക്ക് 29 അര മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പോൾ മാർക്കറ്റ് എവിടെ പോയാലും നമ്മൾ പറഞ്ഞത് എന്താ, 142-ലേക്ക് മാർക്കറ്റ് വരുമെന്നാണ് പറഞ്ഞത്. 29 നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. 30 ഒരണുവിട മാർക്കറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് പോയപ്പോഴേ പറഞ്ഞു ഇതൊന്നും വലിയ അപ്പല്ല, ഏത് നിമിഷവും മാർക്കറ്റ് ഈ ഒരു ഭാഗത്തേക്ക് വരും, അതുകൊണ്ട് സിയിൽ മാത്രമാണ് കോൺസെൻട്രേഷൻ ചെയ്യണതെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റണതെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ്, 1.5 വർഷം ഈ ഒരു ചാർട്ടും നിഫ്റ്റിയും മാത്രം കണ്ടുകൊണ്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് 3.20 കഴിയുമ്പോൾ മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞത്. അപ്പോൾ 3.20-ൽ 21 ഒരു ലോ വന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്ത് പോയത്. ഇത് പിൻബാറാണ്, ഈ പിൻബാർ സപ്പോർട്ട് എടുത്തേക്കണത് പ്രീവിയസ് ആയിട്ടുള്ള സപ്പോർട്ട് എടുത്തിരിക്കുന്ന ഏരിയയിൽ തന്നെയാണ് പിൻബാർ എടുത്തിരിക്കുന്നത്. അപ്പോൾ 160 നിന്ന് എടുത്താലും 166 പോയിന്റ്. അപ്പോൾ എനിവേ നമ്മുടെ ലൈവിലേക്ക് ഞാൻ ഇങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രോഫിറ്റ് എടുത്ത് ചെറിയ ചെറിയ പോയിന്റുകൾ നമുക്ക് റൈഡ് ചെയ്യേണ്ട സമയത്ത് റൈഡ് ചെയ്യണം, സ്കാൽപ്പ് ചെയ്യേണ്ട സമയത്ത് സ്കാൽപ്പ് ചെയ്യണം. അതിൽ നമുക്ക് എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രാറ്റജി വേണം. അത് കണ്ട് ശീലിച്ച് പഴകിയാൽ മാത്രമാണ് നമുക്ക് ഈസി ആയിട്ട് മൂവ്മെൻറ്റ് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഞാൻ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഏത് ട്രേഡ് എടുത്താലും ഞാൻ 20 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇടുള്ളൂ.
മാർക്കറ്റ് ഏത് ട്രേഡ് മൂവ് ചെയ്താലും ഞാൻ 2 പോയിൻ്റാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ്, അങ്ങനെ പറഞ്ഞിട്ട് കാര്യങ്ങളില്ല. മാർക്കറ്റിൻ്റെ സാഹചര്യം അനുസരിച്ചിട്ട് നമുക്ക് പെരുമാറാൻ പഠിക്കണം. ചില സ്ഥലത്ത് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും, ചിലപ്പോൾ ഹോൾഡ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ 1 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് അപ്പുറത്ത് ലിമിറ്റ് ഓർഡർ ഇടേണ്ടി വരും. അതൊക്കെ ഡിപ്പെൻസ് അപ്പോൺ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ എനിവേ ഒരിക്കൽ കൂടി നല്ല കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തോടു കൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കാം. ഓൾ ദി ബെസ്റ്റ്.